ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഉപ്പ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പാണിത്. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഉരിച്ച് കഴിഞ്ഞാലും നമ്മളെ കൈയൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ഉള്ളിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ ആയിരിക്കും കയ്യിലൊക്കെ. കുറേ കഴിഞ്ഞാലും ആ സ്മെല്ല് പോവില്ല, അങ്ങനെ തന്നെ കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സ്മെല്ല് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പോകാനുള്ള നല്ലൊരു ടിപ്പാട്ടത്. അപ്പോൾ നമുക്ക് കൈയിൻ്റെ ഉള്ളം കയ്യിൽ കുറച്ച് ഉപ്പ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാം. മറ്റേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇങ്ങനെ തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആ ഉള്ളിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഉപ്പ് വെച്ച് തിരുമ്മി ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ആ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കയ്യിലെ സ്കിന്നിനും നല്ല തന്നെയാണ് കേട്ടോ. ഉപ്പ് വെച്ച് ഇതേപോലെ തിരുമ്മിയിട്ട് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ കുഞ്ഞ് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇത് 2 നേരം നമ്മുടെ ഫേസിലൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ മുഖക്കുരു വന്ന പാടുകളൊക്കെ പോവാനും അതേപോലെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതേപോലെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് പോവാനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെയും വൈകുന്നേരവും 2 നേരം ദിവസം 2 നേരമെങ്കിലും ഇത് ഒന്ന് ഫേസിലൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന സൂര്യാഘാതം ഏറ്റിട്ടുള്ള കരിവാളിപ്പും അതേപോലെ മുഖക്കുരു വരാതിരിക്കാനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. ഈ ഉപ്പ് വെച്ചിട്ടുള്ള ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഇനി അടുത്ത ടിപ്പ് ഉപ്പ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ കാലിനായാലും കൈക്കായാലും ഒക്കെ നീര് വന്നിട്ട് ഇങ്ങനെ വീർത്ത് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ആ വീർത്ത് വന്ന ആ ഭാഗത്ത് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീർത്ത് വരാതിരിക്കാനും നീര് വരാതിരിക്കാനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പ് ദുർഗന്ധമൊക്കെ മാറിക്കിട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഇതേപോലെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക. മാത്രമല്ല ആ ദുർഗന്ധമൊക്കെ പോയി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ശരീരവേദനയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്ത് വേദനകളെല്ലാം മാറിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള നമ്മുടെ വയറുവേദന അതേപോലെ വയറ്റിൽ ദഹിക്കാതൊക്കെ എന്തെങ്കിലും കിടന്നിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥതമായിട്ടുള്ള ഒരു വയറുവേദന ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണിത്. നമുക്ക് ഉപ്പിൽ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തതിന് ശേഷം ഉപ്പിൽ ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ചവച്ചിട്ട് അതിൻ്റെ നീരിറക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വയറുവേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി നീരെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കഴിച്ചാൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദഹനക്കേട് കൊണ്ടുണ്ടാവുന്ന വയറുവേദന മാറിക്കിട്ടാനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് കുറച്ച് ഉപ്പ് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒപ്പം തന്നെ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പും തേനും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണ് തേച്ച് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മുഖത്തുണ്ടാകുന്ന പാടുകൾ പോവാനും സ്കിന്ന് സോഫ്റ്റ് ആവാനും സ്കിന്നിന് ഗ്ലോ കിട്ടാനും എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. ഈ ഉപ്പും തേനും വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴുകി കളയാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. മാത്രമല്ല ഡ്രൈ സ്കിന്നൊക്കെ കാണുമ്പോൾ നല്ലൊരു
ഗ്ലേസിംഗ് ഉള്ള സ്കിന്നായിട്ട് മാറും കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരവും ദിവസവും 2 നേരം ഈ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഗാർഗിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല്ല് വേദനയും അതേപോലെ തൊണ്ടവേദനയും എല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. വായിലെ അണുക്കളും ഒക്കെ നശിച്ച് പല്ല് പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാനിതാ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ പല്ലിലുണ്ടാകുന്ന കറകളൊക്കെ പോവാനും പല്ല് വെട്ടിത്തിളങ്ങാനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ. അപ്പോൾ പല്ലിൽ കറകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുകവലിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും പല്ലിൽ കറകളുണ്ടാവും. അതേപോലെ തന്നെ മുറുക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ കറകളൊക്കെ പല്ലിലുണ്ടാവും. അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും വെച്ചിട്ട് അപ്പോൾ ഇത് വെച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിലുള്ള കറകൾ പോവാനും പല്ല് വെട്ടിത്തിളങ്ങാനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉപ്പ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ, അതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.